Hello guys, question number 88, merge sorted array. You are given two integer arrays nums1 and nums2 sorted in non-decreasing order and the two integers m and n representing the number of elements in nums1 and nums2 respectively. അതായത് nums1 num2 രണ്ട് array ഉണ്ട്, രണ്ട് sorted ആണ്. അതിൻ്റെ നമ്പർ ഓഫ് എലമെൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. nums1 നമ്പർ ഓഫ് എലമെൻസ് എമ്മിലുണ്ട്, nums2 നമ്പർ ഓഫ് എലമെൻസ് എന്നിലുണ്ട്. പക്ഷേ മെർജ് nums1 ആൻഡ് nums2 ഇൻറ്റു എ സിംഗിൾ അറേ സോർട്ടഡ് ഇൻ നോൺ ഡിക്രീസിങ് ഓർഡർ. അതായത് ഈ രണ്ട് സോർട്ടഡ് അറേനെ മെർജ് ചെയ്ത് ഒരു അറേ ആക്കണം. പക്ഷേ ദ ഫൈനൽ സോർട്ടഡ് അറേ ഷുഡ് നോട്ട് ബി റിട്ടേൺ ബൈ ദ ഫംഗ്ഷൻ. അതായത് ഇത് റിട്ടേൺ ചെയ്യേണ്ട, ബട്ട് ഇൻസ്റ്റഡ് ഷുഡ് ബി സ്റ്റോർഡ് ഇൻസൈഡ് nums1. അതായത് ഈ രണ്ടിൻ്റെയും മെർജ് റിസൾട്ട് nums1 തന്നെ സ്റ്റോർ ചെയ്യണം. ടു അക്കോമഡേറ്റ് ദിസ് nums1 ഹാസ് എ ലെങ്ത് ഓഫ് m പ്ലസ് n. nums1ൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് m പ്ലസ് n ആണ്, അല്ലാതെ m അല്ല nums1ൻ്റെ ലെങ്ത്. വേർ ദ ഫസ്റ്റ് m എലമെന്റ് ഇൻ നോട്ട് ദ എലമെന്റ് ഷുഡ് ബി മെർജ്. അതായത് ഫസ്റ്റ് m എലമെന്റ്സ് ആയിരിക്കും nums1 വാലിഡ് എലമെന്റ്സ്. ദ റെസ്റ്റ് ഓഫ് ദ n എലമെന്റ്സ് ആർ സെറ്റ് ടു 0. ബാക്കി എലമെന്റ്സ് 0 ആയിരിക്കും. കാര്യം nums2 എലമെന്റ്സ് nums1 മെർജ് ചെയ്യുമ്പോൾ സ്പേസിന് വേണ്ടിയാണ് 0. ദാറ്റ് ഷുഡ് ബി മെർജ് ആൻഡ് ലാസ്റ്റ് n എലമെന്റ്സ് ആർ ടു ബി 0. ഇറ്റ് ഷുഡ് ബി ഇഗ്നോർഡ്. nums2 ഹാസ് എ ലെങ്ത് ഓഫ് n. അപ്പോൾ nums2 എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് n ആണ്, nums1 എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് m പ്ലസ് n ആണ്. പക്ഷേ m എലമെന്റ്സ് വരെയാണ് വാലിഡ് ഉള്ളത്, ബാക്കിയെല്ലാം 0 ആണ്. ആ സ്പേസ് വിട്ടേക്കുന്നത് nums2 മെർജ് ചെയ്യുമ്പോൾ അതിൽ ഒക്കുപ്പൈ ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രണ്ട് അറേ മെർജ്, ഫോർ എക്സാമ്പിൾ ഇതാണ് nums1, ഇതാണ് nums2. ഇത് രണ്ടും മെർജ് ചെയ്യുമ്പോൾ ഇതാണ് ഔട്ട്പുട്ട് കിട്ടേണ്ടത്. ഓക്കെ, നമ്മളിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇതാണ് രണ്ട് അറേ എങ്കിൽ നമ്മൾ ആദ്യം ഒരു പോയിന്റർ i അതവിടെ എടുക്കും. അത് നമുക്ക് ഈ അറയ്ക്കകത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിൽ ചെയ്യാൻ വേറെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, നമുക്ക് വേറൊരു അറ എടുത്തിട്ട് ഡിഫറെൻ്റ് അറ എടുത്തിട്ട് അതിൽ നമുക്ക് ഇതിലേതാ വലുതെന്ന് നോക്കിയിട്ട് ഇവിടെ പോയിന്റ് ഇടുക, ഇവിടെ പോയിന്റ് ഇടുക. 2 ഏതാ ചെറുത് 1 ഇടുക, 1 ഇപ്പുറത്ത് പോവുക. 2 ഏതാ ചെറുത് 2 ഇടുക, ഇപ്പുറത്ത് പോവുക. 3 ഏതാ ചെറുത് 2, അങ്ങനെ 2 ഇടുക, അപ്പുറത്ത് പോവുക. 3 5 ഇടുക. അങ്ങനെ നമുക്ക് ഒരു വേറെ അറയിൽ ചെയ്തു പോവാം. പക്ഷേ ആ മെത്തേഡിനകത്ത് എക്സ്ട്രാ സ്പേസ് ഉപയോഗിക്കും, ഓഫ് n സ്പേസ് ഉപയോഗിക്കുക മെത്തേഡ്. പക്ഷേ ഈ പർട്ടിക്കുലർ മെത്തേഡ് ഇവർ പറയുന്നത് നമ്മളങ്ങനെ എക്സ്ട്രാ ഒരു അറ ഉപയോഗിക്കാതെ കറണ്ട് nums1 തന്നെ നമുക്ക് ചെയ്തു പോകാനാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് nums1ൻ്റെ അവസാനം 0 കൊടുത്തിട്ടുണ്ടെന്ന് ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് വാല്യൂ തന്നെ തുടങ്ങാം. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു i പോയിന്റർ കൊടുക്കാം. ഓക്കെ, നമ്മൾ ലാസ്റ്റ് വാല്യൂ നിന്ന് സോർട്ട് ചെയ്ത് ഇൻസേർട്ട് ചെയ്ത് വരാൻ പോവാണ്. ഓക്കെ, ലാസ്റ്റ് എലമെൻറ്റിൽ നിന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ രണ്ട് പോയിന്റർ കൂടെ വേണം. ഒരെണ്ണം നമുക്ക് ഇവിടെ കൊടുക്കാം. അതായത് nums1ൻ്റെ വാലിഡ് എലമെൻറ്റ്സിൻ്റെ എൻഡിൽ ഒരു പോയിന്റർ p1 എന്ന് കൊടുക്കുക. മനസ്സിലായോ? ഓക്കെ, p1. nums2ൻ്റെ അവസാനത്തെ എലമെൻറ്റിൽ ഒരു p2. ഈ രണ്ട് പോയിന്റർ കൂടെ കൊടുക്കണം. അപ്പോൾ 3 പോയിന്ററായി. ഓക്കെ, നമുക്കിനി ഈ p1ഉം p2 തമ്മിൽ കമ്പയർ ചെയ്യാം. p1ഉം p2 ഏതാ വലുത്? 6. അപ്പോൾ നമ്മളിവിടെ 6 എഴുതുന്നു. 6 ഇവിടെ ഇൻസേർട്ട് ചെയ്യുന്നു. എന്തുകൊണ്ട് അങ്ങനെ എഴുതി? കാര്യം ഇത് രണ്ട് സോർട്ടഡ് അറേയാണ്. സോർട്ടഡ് അറേ ആകുമ്പോൾ 8 അവസാനത്തെ എലമെൻ്റ് ആയിരിക്കും ഏറ്റവും വലുത്. അപ്പോൾ നമുക്ക് മെർജ് ചെയ്യുന്ന സമയത്ത് 8 അവസാനത്തെ ഏറ്റവും എലമെൻറ്റ് ഒരു വലിയ എലമെൻ്റാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ 8 അവസാനത്തെ എലമെൻറ്റിൽ നമ്മൾ ഏറ്റവും വലിയ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്തു. കാര്യം നമുക്ക് സോർട്ടഡ് അറേയാണ്, സോർട്ടഡ് രീതിയിലാണ് മെർജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 6 ആണ് നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ p2 ഇപ്പുറത്ത് കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ 5ഉം 3ഉം പിന്നെയും കമ്പയർ ചെയ്യും. 5 ആണ് വലുത്, നമ്മൾ 5 ഇവിടെ ഇൻസേർട്ട് ചെയ്യുന്നു. 5 ആണ് ഇവിടെ ഇൻസേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 3 ഇപ്പുറത്ത് കൊണ്ടുവരും. 2 എന്തെങ്കിലും കമ്പയർ ചെയ്യുന്നു. 3 ആണ് വലുത്, അപ്പോൾ 3 ഇവിടെ ഇൻസേർട്ട് ചെയ്യും. 3 ആണ് ഇൻസേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ p-നെ ഇപ്പുറത്ത് കൊണ്ടുവരും. 2ഉം 2ഉം കമ്പയർ ചെയ്യും. രണ്ടും ഈക്വൽ ആണ്. നമുക്ക് എന്തുകൊണ്ട് അവിടെ ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ 2 ഇവിടെ ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ 2 ഇവിടെ ഇൻസേർട്ട് ചെയ്യും. 2 ഇപ്പുറത്തോട്ട് പോകും. 2ഉം 1ഉം കമ്പയർ ചെയ്യുന്നു. 2 ആണ് വലുത്, അപ്പോൾ നമ്മൾ പിന്നെയും 2 ഇവിടെ ഇൻസേർട്ട് ചെയ്യുന്നു. 2 ആണ് ഇൻസേർട്ട് ആയതുകൊണ്ട് നമ്മൾ ഇപ്പുറത്തോട്ട് പോകും. ഓക്കെ, ഇവിടുന്ന് പുറത്ത് പോകുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് nums2 ഉണ്ടോ. nums2 നമ്മൾ പോയിന്റർ പുറത്ത് പോകണമെങ്കിൽ നമുക്ക് ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇത് റിട്ടേൺ ചെയ്യാം. കാര്യം ഇത് ഓൾറെഡി സോൾഡ് ആണ്. ഈ 1 ഓൾറെഡി ഇൻ പ്ലേസ് ആണ്, അതുകൊണ്ട് അത് കുഴപ്പമില്ല. ബാക്കി ഇത് ഓൾറെഡി സോൾഡ് ആയിരിക്കും. ഓക്കെ, പക്ഷേ അഥവാ ഇവിടെ 1ന് പകരം ഇവിടെ ആയിരുന്നു 1, ഇവിടെ ആയിരുന്നു 2 എങ്കിൽ നമ്മളെങ്ങനെ ചെയ്തേനെ? അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമ്മൾ അഥവാ ഇവിടെ ചെറിയ എലമെൻറ്റ് വന്നിരുന്നെങ്കിൽ നമുക്ക് ഈ nums2 കുറച്ച് എക്സ്ട്രാ എലമെൻറ്റ്സ് വന്നതിന് അവസാനം അപ്പം നമുക്കത് തിരിച്ച് നമുക്ക് ഈ അറേ എടുത്ത് ഫില്ല് ചെയ്യേണ്ടി വന്നേനെ. അപ്പോൾ നമ്മൾ ഈ
കറണ്ട് ലൂപ്പ് കഴിഞ്ഞ് കറണ്ട് വൈൽ ലൂപ്പിന് ശേഷം വേറൊരു വൈൽ ലൂപ്പ് ഇട്ടിട്ട് നമുക്ക് അവസാനം ഇതിനകത്ത് ബാക്കി വരുന്നത്, അതായത് ഇപ്പം P2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണെങ്കിൽ ബാക്കി വരുന്ന എലമെന്റ്സ് എല്ലാം എടുത്ത് nums1 അറയിലേക്ക് ഇടണം. പക്ഷേ അങ്ങനെ ഒരു ലൂപ്പ് ഇടുന്നതിന് പകരം ഒരു ഈസി മെത്തേഡ് എന്നത് ഞാൻ കാണിച്ചു തരാം, കോഡിങ് സമയത്ത് ഞാൻ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ ഹിയർ നമ്മൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞ 3 പോയിന്റ് എടുക്കണം. ഒന്നാമത്തെ പോയിന്റർ P1 എന്തായിരിക്കും, നമ്മുടെ nums1ലെ വാലിഡ് എലമെന്റ്സിന്റെ ഇൻഡെക്സ് ആയിരിക്കും. nums1ൽ എത്ര വാലിഡ് എലമെന്റ്സ് ഉണ്ട്, m വാലിഡ് എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ അതിന്റെ ഇൻഡെക്സ് എന്തായിരിക്കും, m-1. ഇൻറ്റ് P2 കൊടുക്കുന്നു, അത് nums2നകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് വെച്ചാൽ അതാണ് ഇൻറ്റ് P2. nums2നകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട്, n എലമെന്റ്സ്. അപ്പോൾ അതിന്റെ ഇൻഡെക്സ് എന്തായിരിക്കും, n-1. പിന്നെ നമ്മൾ മൂന്നാമതൊരു പോയിന്റ് എടുക്കുന്നു, ഇൻറ്റ് I എന്തായിരിക്കും, ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഫസ്റ്റ് നമുക്ക് ഏത് അറയിലേക്കാണ് നമുക്ക് മെർജ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അറയുടെ ഏറ്റവും അവസാനത്തെ ഇൻഡെക്സ് അതെന്തായിരിക്കും, nums1ന്റെ സൈസ് -1 ഏറ്റവും അവസാനത്തെ. ഓക്കെ, അവിടെ നിന്നായിരിക്കും നമ്മുടെ I പോയിന്റർ റൺ ചെയ്യുന്നത്. നമുക്ക് അവിടെ തൊട്ടാണ് നമുക്ക് ഇൻസെർട്ട് ചെയ്ത് നമുക്ക് മെർജ് ചെയ്ത് തുടങ്ങേണ്ടത്. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് എപ്പോഴാണ് നമ്മുടെ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്, നമ്മൾ അഥവാ ഈ P പോയിന്റേഴ്സ് നമ്മുടെ അറേ എന്ന് പുറത്തിറങ്ങുവാണെങ്കിൽ. അപ്പം നമുക്ക് നമ്മുടെ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ സെക്കൻഡ് നമ്മുടെ P2 ആണല്ലോ നമ്മുടെ സെക്കൻഡ് അറേ, ചെറിയ അറയിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാമല്ലോ. മുകളിൽ എത്ര ഉണ്ടെന്ന് വെച്ചാലും അത് ഓൾറെഡി സോർട്ടർ ആയിരിക്കും. അതുകൊണ്ട് ഫസ്റ്റ് അറേയിൽ ബാക്കി എത്ര എലമെന്റ് ഉണ്ടെങ്കിലും അത് ഓൾറെഡി സോർട്ടർ ആയിരിക്കും. P2 തീർന്നു കഴിഞ്ഞാൽ അപ്പം നമുക്ക് ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യാം. അപ്പം അതാണ് ഇവിടുത്തെ പ്രത്യേകം നമ്മൾ ആലോചിക്കേണ്ടത്. P2 ആണ് സെക്കൻഡ് അറേൻ്റെ അവസാനത്തെ എലമെന്റ്. അപ്പം P2 0-നെക്കാട്ടി ചെറുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യുന്ന കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പഠിക്കേണ്ട കാര്യം, നമുക്ക് എക്സ്ട്രാ എലമെന്റ്സ് ഫിൽ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ഈ ചെറിയ എലമെന്റ്സ് തന്നെ അറേൻ്റെ പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യും. അതിനുവേണ്ടിയാണ് നമ്മൾ P2 0 എഴുതുന്നത്. അടുത്തത് ഇഫ് nums1 of P1 greater than nums2 of P2. nums1 of P1 greater than nums2 of P2 ആണെങ്കിൽ, അതായത് ഇത് ഗ്രേറ്റർ ദാൻ ഇത് ആണ്, ഇത് ഗ്രേറ്റർ ദാൻ ഇതാണ്, മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് nums1 ആണ് ഗ്രേറ്റർ ആണെങ്കിൽ nums1ലെ എലമെന്റ് എടുത്ത് nums1നകത്തുള്ള 8000 എലമെന്റ് കൊണ്ടിടും. അപ്പോൾ nums1നകത്തുള്ള nums1 of I. പക്ഷേ നമുക്ക് nums1 of I എഴുതുന്ന സമയത്ത് നമുക്ക് I മൈനസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ആണെങ്കിൽ മൈനസ് കൊടുക്കാം. ഇത് എന്താ പറയുന്ന പോസ്റ്റ് ഇൻക്രിമെന്റ്, അതായത് I ഇവിടെ സെലക്ട് ആവും, പിന്നെ ആ സെലക്ട് ആയി കഴിഞ്ഞ ശേഷം ആയിരിക്കും അത് മൈനസ് ആവും. അതുകൊണ്ട് ആദ്യം I ആയിരിക്കും, പിന്നെ മൈനസ് ചെയ്യും. nums I മൈനസ്. അപ്പം നമ്മൾ I ഡിക്രിമെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആദ്യം I-ന്റെ കറണ്ട് വാല്യൂ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. nums I അത് ഈസ് ഈക്വൽ ടു nums of 1 of P. അപ്പോൾ നമുക്ക് P -1 കൊണ്ടുപോകണമല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെയും P ആയിരിക്കും അത് യൂസ് ചെയ്യുന്നത്, പിന്നെ യൂസ് ചെയ്ത ശേഷം അത് മൈനസ് ആവും. എൽസ് കണ്ടീഷനിൽ നമ്മൾ വരുന്നത് ഇതാദ്യം nums1 ആണ്. nums1ലാണല്ലോ നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. nums1 of I ഇവിടെ nums1 of I മൈനസ് ഇസ് ഈക്വൽ ടു എന്താണ്, nums2ലുള്ള എലമെന്റ് 2 of P2 ഇവിടെ P1 ആയിരുന്നു, സോറി P2 മൈനസ്. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇതെന്ന് മനസ്സിലായി. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് I-ൽ, അതായത് ഏറ്റവും അവസാനത്തെ എലമെന്റ് ആയിരുന്നു, I-ൽ P1 ഇട്ടു, P1 ഗ്രേറ്റർ ആണെങ്കിൽ, അല്ലെങ്കിൽ P2 ഇട്ടു. അതുകൊണ്ട് അതേപോലെ ഡിക്രിമെന്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൽ വേറൊരു കാര്യം ചെയ്യേണ്ടത്, നമുക്ക് ഇവിടെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അഥവാ ഈ P1 അതായത് നമ്മുടെ ഫസ്റ്റ് അറയ്ക്കകത്തുനിന്ന് നമ്മുടെ P പോയിന്റർ പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് അറേ ലൂപ്പ് പുറത്ത് വരുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഒരു കണ്ടീഷനിൽ മാത്രമായിരിക്കും. അതായത് P1 മൈനസ് ആകുമ്പോൾ മാത്രമേ ഫസ്റ്റ് അറേയുടെ പുറത്ത് വരത്തുള്ളൂ. അപ്പോൾ നമ്മളൊരു P1 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആൻഡ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ P1
ലെസ് ദാൻ 0 ആവുന്ന സമയത്ത് ഈ ഒരു കണ്ടീഷൻ വർക്ക് ആവില്ല. അതിൻ്റെ ഗുണം എന്താണ്? P1 ലെസ് ദാൻ 0 ആവുന്ന സമയത്ത് ഈ ഒരു കണ്ടീഷൻ വർക്ക് ആവില്ല. ഈ കണ്ടീഷൻ എന്താ ചെയ്യുന്നത്? ഈ കണ്ടീഷൻ എന്താ ചെയ്യുന്നത്? P1-ലുള്ള എലമെൻറ്റിനെ എടുത്ത് അതിലിടുക. അതായത് ഇതിന് മുമ്പേ സെക്കൻഡ് അറയ്ക്ക് മുമ്പേ ഈ അറേ ഫിനിഷ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ അറയിലേക്ക് എന്താ പറയുക, ഈ അറയിലുള്ള നമ്പേഴ്സിനെ ഇങ്ങോട്ട് ഇടൂല. ഫോർ എക്സാമ്പിൾ, ബട്ട് ഈ അറയിലുള്ള നമ്പേഴ്സിനെ അങ്ങോട്ട് എടുത്തിടും. മനസ്സിലായില്ലേ? അഥവാ P1 ഈ വലിയ അറയുടെ പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ അറയ്ക്കകത്തുള്ള നമ്പേഴ്സിനെ കിട്ടൂല. പിന്നെ അറ നമ്പർ സെക്കൻഡ് ചെറിയ അറയ്ക്കകത്ത് ബാക്കിയുള്ള നമ്പേഴ്സിനെ മാത്രമേ ഇടത്തുള്ളൂ. അതിനു വേണ്ടിയാണ് നമ്മളിവിടെ P1 -0 ഇവിടെ കൊടുത്തത്. റൺ ചെയ്ത് നോക്കാം. Okay, thank you.